വെൽക്കം ടു ജേണി വിത്ത് മിസ്റ്റർ ആൻഡ് മിസ്സസ് യൂട്യൂബ് ചാനൽ. പറഞ്ഞേ ഓക്കെ, പറഞ്ഞേ ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കോർഫക്കാനിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിക്കാം. ഇന്ന് 2 സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അവരാരാന്നിപ്പോൾ പറയണോ? നമുക്ക് സർപ്രൈസ് ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ കാണാം. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ അടുത്തേക്ക് എത്താനായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ നമ്മളെ ഗസ്റ്റൊന്നുമല്ല, നമ്മളെ സ്വന്തം ആൾക്കാരാണ്, നമ്മളെ നാട്ടുകാരാണ്, പിന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എവിടേക്കെങ്കിലും ജസ്റ്റ് പോവാമെന്നും പറഞ്ഞിട്ട്. ഇതാണ് ലിജോ. ആളിത് പുറത്തേക്ക് ഇറങ്ങി വാച്ചൊക്കെ കെട്ടി സെറ്റാവുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടത്. പിന്നെ ഇതേ ഒരു ചമ്മലോടെ അങ്ങ് കയറി വരുന്നുണ്ട് കേട്ടോ ആള്. ഇതാണ് നമ്മൾ പറഞ്ഞ 2ാമത്തെ ആള്, വിവേകേട്ടൻ. ഞാൻ വീഡിയോ എടുക്കുന്നിട്ട് ചിരിച്ചോണ്ടാണ് വരുന്നത്, എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഇതേ എല്ലാവരും കൂടിയുള്ളൊരു കുഞ്ഞു ട്രിപ്പ്. പിന്നെ ഇതേ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോവാണ്. കാശിക്കോട്ടൻ വളരെ ഹാപ്പിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ വലിയൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കൂടി ആയപ്പോൾ നല്ല ത്രില്ലായിരുന്നു. നമ്മളുള്ളത് വാദിഷി സ്നാച്ചർ ട്രെയിനിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കുഞ്ഞു ബോർഡാണ്. ഇതിനകത്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണ് ഇവർ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ദ ഫലാജ്, ദ ഓൾഡ് വില്ലേജ്, ഡേറ്റ്സ് പാം, അങ്ങനെ വാട്ടർഫാൾ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇതിനുള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ കുറേ പിള്ളേർ ഈ വെള്ളക്കെട്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. തികച്ചും നമ്മളെ നാട്ടിലൊക്കെ കാണുന്നൊരു കാഴ്ച തന്നെയായിരുന്നു ഇത്. നല്ല തണുപ്പുള്ള ക്ലീൻ വാട്ടർ ആയിരുന്നു. കാശിക്കുട്ടനും കുറേ നേരം അതിൽ ഇറങ്ങി കേട്ടോ. കാശിക്കുട്ടൻ മാത്രമല്ല, നമ്മളെല്ലാവരും അതിനകത്ത് ഇറങ്ങി. കാശിക്കൂടെ നല്ല ത്രില്ലായിരുന്നു. വെള്ളത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്താൽ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കുറേ നേരത്തെ വെള്ളത്തിൽ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മേലോട്ട് കയറാണ്. അവിടെ എന്താ ഇനി ഉള്ളതെന്ന് നമുക്ക് പോയി നോക്കാം. മേലേക്ക് ഒത്തിരി നടക്കാനുണ്ട്. ചെറുതായിട്ടൊന്ന് ടയേർഡായെങ്കിലും പക്ഷേ അത്ര കാര്യമാക്കി എടുത്തില്ല. നമ്മൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റിൽ അങ്ങ് നടന്ന് പോയി. നല്ല അടിപൊളി സ്ഥലമാണ് കാണാൻ. നമ്മൾ ഒത്തിരി നേരം അവിടെ നോക്കി നിന്നു. ലിജോ പറഞ്ഞു തരുന്നുണ്ട്, ചേച്ചി ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കും, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇങ്ങനെ ഈ പോകുന്ന ഓഫ് ഡേയ്സിലുള്ള ഈ ഒരു എൻജോയ്മെൻ്റ് ആണ് നമുക്ക് ഏകൊരു റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇത് പിന്നെ ഒരു കുഞ്ഞൊരു നമുക്ക് നടന്നു പോകാനുള്ളൊരു ചെറിയൊരു വേ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഒരു ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പേടിയായി. പിന്നെ കുഴപ്പമില്ല, അങ്ങ് നടന്നു പോയി. ഒരു ഗുഹയൊക്കെ പോലെയാണ്. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു, ഒട്ടും അഴുക്കില്ലായിരുന്നു. നമ്മൾ പിന്നെ ഫോണിൻ്റെ ലൈറ്റ് ഓണാക്കി വെച്ചിട്ട് അത് വെച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റ് അടിക്കുന്നുണ്ട് ഇവർ 2 പേരും. പിന്നെ ഞാനിട്ട് ലാസ്റ്റാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അതേ അവസാനം പുറത്തേക്ക് എത്തി. ഒരു നല്ല പ്രത്യേക ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. നമ്മളവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കുറേ ജോലിക്കാരെ കണ്ടു. അവരവിടെ ആടിനെ വളർത്തുന്നുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. മെയിനായിട്ട് അവിടെ കൃഷിപ്പണിയൊക്കെയാണുള്ളത്. നമ്മളെ നാടൻ തെങ്ങ്, കഴുങ്ങ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. അവിടെ ഈ പാറക്കെട്ട് നിന്ന് ഒലിച്ച് വരുന്ന ശുദ്ധമായ വെള്ളം ഒരു ടാങ്ക് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ മീനുകളും ഉണ്ട്. തണുത്ത വെള്ളമായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഈ ലിജോ ആ വെള്ളത്തിനകത്ത് കാലിട്ടിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് നേരെ താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. അവിടെ ഒത്തിരി ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ കുന്നുകളിലും മലകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ. കാശിക്കുട്ടൻ അങ്ങനെ ഓരോന്ന് കണ്ട് വിവേകൻ്റെ കയ്യും പിടിച്ചിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ദുബായിലുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു പോകും. വിവേകേട്ടൻ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വിവേകേട്ടൻ്റെ വെള്ളത്തിൽ ഇറക്കി തുടങ്ങി. നമ്മളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നു പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ പാറക്കെട്ടിലൂടെയൊക്കെ വെള്ളം ഒഴുകുന്നൊരു ഫീലിംഗാണ്. ഇവിടുത്തെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരു ദിവസത്തെ എൻജോയ്മെൻ്റ് ആണിത്. ഈ സൈഡിൽ വേലി കെട്ടിയിട്ടുള്ളത് കണ്ടോ? ആ സൈഡിൽ ഫുള്ള് അങ്ങോട്ട് ഫുൾ കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച്, ചെറുനാരങ്ങ, വാഴപ്പഴം അങ്ങനെയെല്ലാം ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ ആ മാവിൻ്റെ മുകളിലൊക്കെ നോക്കി മാങ്ങ ഉണ്ടോയെന്ന്, പക്ഷേ ഉണ്ടായിരുന്നില്ല, മാങ്ങ ഉണ്ടായിരുന്നില്ല. ഈ ബോർഡിലുള്ള ഈ കിളിക്ക് ഒരു പ്രത്യേകതരം പേരിട്ടിട്ടുണ്ട് കേട്ടോ വിവേകേട്ടൻ. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങാണ്. അവരിതാ കഥയും പറഞ്ഞ് നടക്കുന്നുണ്ട്, നമ്മളും പുറകിലുണ്ട്. ഇത് പിന്നെ അവരവിടെ വളർത്തുന്ന ആടുകളാണ്. ഇങ്ങനെ ആടുകളൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ. ഇങ്ങനെ അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.